പൂന്താനം സ്വാമിയെ സാക്ഷാൽ നാരായണൻ നേരിട്ട് വന്ന് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയ കഥ നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട്. എന്നാൽ സാക്ഷാൽ ശ്രീ മഹാദേവൻ തൻ്റെ പ്രിയ ഭക്ത വന്തി മുത്തശ്ശിയെ ഹിമഗിരി ശൃംഗത്തിലേക്ക് കൊണ്ടുപോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാണ്ഡ്യ നാട്ടിൽ മന്നൻ അരിമർത്തന പാണ്ഡ്യൻ ഭരിച്ചിരുന്ന കാലം. നാട്ടിൽ കൊടും വരൾച്ച, നദികളെല്ലാം വറ്റി വരണ്ടിരിക്കുന്നു. ഒരു നാൾ മന്നൻ സഭയിലിരിക്കുന്ന സമയം ഒരു പറ്റം ഭടന്മാർ സഭയിലേക്ക് ഓടിയെത്തി പറഞ്ഞു, പ്രഭോ, വൈഗയാറിൽ വെള്ളപ്പൊക്കം. ഇത് കേട്ടതും സകലരും ഞെട്ടി. എന്ത്, വരൾച്ച സംഭവിച്ചിരിക്കുന്ന നാട്ടിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കമോ? അതേ തിരുമനസേ, വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രജകളുടെ കാര്യം കഷ്ടത്തിലാകും. കുറച്ചു സമയത്തെ കൂടിയാലോചനയ്ക്ക് ശേഷം അരിമർത്തന പാണ്ഡ്യൻ പ്രഖ്യാപിച്ചു, നാം നൽകുന്ന അറിയിപ്പ് പ്രജകളെ ഉടൻ അറിയിക്കുക. അറിയിപ്പ് കേട്ടതും ഭടന്മാർ നാട്ടിൽ ചെണ്ട കൊട്ടി അറിയിച്ചു, എല്ലാവരും ശ്രദ്ധിക്കൂ, മഹാരാജാവ് അരിമർത്തന പാണ്ഡ്യൻ നിങ്ങൾക്ക് തരുന്ന അറിയിപ്പ്. വൈഗയാറിൽ വെള്ളപ്പൊക്കം സംഭവിച്ചതിനാൽ എല്ലാവരും അവരവർക്ക് പകുത്തു നൽകുന്ന നദിയുടെ ഭാഗം ഉയർത്തുക. കരഭാഗം ഭാഗിച്ചു തരുവാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇത് രാജാവിന്റെ കൽപ്പനയാണ്. ലംഘിച്ചാൽ അതികഠിനമായ ശിക്ഷ തന്നെയായിരിക്കും ലഭിക്കുന്നത് എന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. വൈഗയാറിന്റെ തീരത്തായിരുന്നു വന്തി എന്നു പേരുള്ള ഒരു മുത്തശ്ശി താമസിച്ചിരുന്നത്. പുട്ടുവിറ്റായിരുന്നു വന്തി മുത്തശ്ശി ഉപജീവനം നടത്തിയിരുന്നത്. മുത്തശ്ശി ഒരു തീവ്ര ശിവഭക്തിയായിരുന്നു. എന്ന് രാവിലെ ഉണ്ടാക്കുന്ന ആദ്യ കണപ്പുട്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അപ്പൻ ചൊക്കനാഥന് സമർപ്പിച്ച ശേഷം മാത്രമേ വിൽപ്പനയ്ക്ക് പോവുകയുള്ളൂ. അരിമർത്തന പാണ്ഡ്യന്റെ കൽപ്പന പ്രകാരം ഉദ്യോഗസ്ഥർ വന്നു. ഭൂമി അളന്നു. ആർക്കൊക്കെ എവിടെയൊക്കെ എന്നുള്ളത് അവരുടെ പേരു സഹിതം രേഖപ്പെടുത്തി. ഗ്രാമത്തിലെ എല്ലാവരും പണികൾ ആരംഭിച്ചു. ചിലർ ആളുകളെ കൂലിക്കെടുത്തു, ചിലർ സ്വന്തമായി ചെയ്തു. അങ്ങനെ നദിയുടെ കരഭാഗങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. എന്നാൽ വന്തി മുത്തശ്ശിയുടെ ഭാഗം മാത്രം അങ്ങനെ തന്നെ കിടന്നു. കാരണം പ്രായാധിക്യത്താൽ മുത്തശ്ശിക്ക് പണി ചെയ്യുവാൻ കഴിയില്ല. മാത്രമല്ല മുത്തശ്ശിക്ക് മക്കളുമില്ല. കൂലിക്ക് ആളെ വയ്ക്കാനും പണമില്ല. ഉറപ്പായും രാജാവിൻ്റെ കയ്യിൽ നിന്നും ശിക്ഷ കിട്ടും എന്ന് മനസ്സിലാക്കിയ വന്തി മുത്തശ്ശി കരയുവാൻ തുടങ്ങി. അപ്പാ ചൊക്കനാഥ, ഈ പ്രശ്നത്തിൽ നിന്നും ഈ വൃദ്ധയെ രക്ഷിക്കണം. ഈ പ്രായത്തിൽ അടിയന് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങനെ മുത്തശ്ശി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. കൂലിക്കാളെ വേണോ, കൂലിക്കാളെ വേണോ. പെട്ടെന്ന് കണ്ണുനീർ തുടച്ച് മുത്തശ്ശി വാതിൽ തുറന്ന് പുറത്തു വന്നു. ഒരു യുവാവ് മൺവെട്ടിയുമായി നിൽക്കുന്നു. അവൻ്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശം. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, കുഞ്ഞെ, നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഈ നദിയുടെ കരഭാഗം ഒരു തിട്ട കെട്ടണം. എന്നാൽ കൂലി തരുവാൻ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. പുട്ടുവിറ്റാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ യുവാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സഹായിക്കാം. എനിക്ക് കൂലിയായി മുത്തശ്ശി ഉണ്ടാക്കുന്ന പുട്ടിൽ പൊടിഞ്ഞു പോകുന്ന ഭാഗം മാത്രം തന്നാൽ മതി. ഇത് കേട്ട മുത്തശ്ശിക്ക് സന്തോഷം അടക്കുവാൻ കഴിഞ്ഞില്ല. മുത്തശ്ശി വേഗം വീടിനകത്ത് പോയി പുട്ട് ഉണ്ടാക്കുവാൻ തുടങ്ങി. എന്നാൽ അന്ന് മുത്തശ്ശി ഉണ്ടാക്കിയ എല്ലാ പുട്ടും പൊടിഞ്ഞുപോയി. തനിക്ക് ഇന്ന് വിൽക്കുവാൻ ഒരു കണ പുട്ട് പോലും കിട്ടിയില്ല. എന്നാൽ യാതൊരു വിഷമവും കൂടാതെ ആ പുട്ട് മുഴുവൻ ആ യുവാവിന് മുത്തശ്ശി സന്തോഷത്തോടെ നൽകി. അവനും സന്തോഷത്തിൽ മുഴുവൻ കഴിച്ചു. ശേഷം മൺവെട്ടിയെടുത്തു. പണിക്ക് പോകുവാൻ അവൻ ഇറങ്ങി. വീട്ടിൽ നിന്നും ഇറങ്ങിയ സമയം വാതിക്കൽ നിന്ന മുത്തശ്ശി അവനോട് ചോദിച്ചു, കുഞ്ഞെ, എന്താണ് നിന്റെ പേര്? മുറ്റത്ത് നിന്ന അവൻ പതുക്കെ കഴുത്തു തിരിച്ചു പറഞ്ഞു, ചൊക്കനാഥൻ. മൺവെട്ടിയുമായി നദിക്കരയിലേക്ക് പോയ അവൻ അവിടെയെല്ലാം ആടിപ്പാടി നടന്നു. ഇത് കണ്ട കാവൽ ഭടന്മാർ അവനെ ചോദ്യം ചെയ്തു. ആ സമയം അവൻ നദിക്കരയിൽ പോയി പണി ചെയ്യുവാൻ തുടങ്ങി. കാവൽക്കാർ പോയതും വീണ്ടും ആട്ടവും പാട്ടവും തുടങ്ങി. അവസാനം ഒരു മരച്ചുവട്ടിയിൽ കിടന്ന് ഉറങ്ങുവാൻ തുടങ്ങി. ഈ സമയത്താണ് അരിമർത്തന പാണ്ഡ്യൻ അവിടേക്ക് വരുന്നത്. ജോലികൾ എങ്ങനെ നടക്കുന്നു എന്ന് നോക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ വന്നത്. നദിക്കരയുടെ എല്ലാ ഭാഗവും ഉയർന്നിരിക്കുന്നത് കണ്ട് രാജാവിന് സന്തോഷമായി. എന്നാൽ വളരെ കുറച്ച് ഭാഗം മാത്രം ഉയർന്നിട്ടില്ല. അത് ആരുടെ ഭാഗമാണ്? എന്താണ് ഉയരാത്തത്? രാജാവ് കോപത്തിൽ ചോദിച്ചു. അപ്പോൾ ഭടന്മാർ പറഞ്ഞു, പ്രഭോ, അവിടെ ഉയർത്തുവാൻ വന്ന അവനാണ് അതാ ആ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത്. രാജാവ് ദേഷ്യത്തിൽ ഒരു ഭടന്റെ കയ്യിൽ നിന്നും ഒരു വലിയ കമ്പ് എടുത്തു ആ യുവാവിന്റെ പുറത്ത് ആഞ്ഞടിച്ചു. എന്നാൽ അടികൊണ്ട് കരഞ്ഞത് രാജാവും പരിചാരകരും ആയിരുന്നു. ആ അടി വീണത് രാജാവിൻ്റെയും ഭടന്മാരുടെയും പുറത്താണ്. ആ യുവാവ് ചാടി എഴുന്നേറ്റു. ഒരു കൊട്ട മണൽ ആ കരയിലേക്ക് തൂവി അപ്രത്യക്ഷമായി. ഇത് കണ്ട രാജാവിനും പരിചാരകർക്കും തങ്ങളുടെ കണ്ണിനെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. രാജാവ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, ഈ ഭാഗം ആരുടേതാണ്? അവർ പറഞ്ഞു, വന്തി മുത്തശ്ശിയുടേതാണ്. രാജാവ് ആ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഓടിയെത്തി. അവിടെ കണ്ട കാഴ്ച രാജാവിൻ്റെ ശരീരത്തിനെ മൊത്തം പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു. ഒരു വലിയ തങ്കത്തേര് ആകാശത്തു നിന്നും താഴെ ഇറങ്ങി. അതിൽ നിന്നും ഇറങ്ങിയ ശിവഗണങ്ങൾ വന്തി മുത്തശ്ശിയെ ഉപചാരപൂർവ്വം ആ തേരിൽ ക്ഷണിച്ചിരുത്തി. ആ തങ്കത്തേര് അതിവേഗത്തിൽ ആകാശത്തിലേക്ക് മറഞ്ഞു. അപ്പോൾ രാജാവ് കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, വെറും പുട്ടു വിൽക്കുന്ന മുത്തശ്ശിക്ക് ലഭിച്ച പുണ്യം എനിക്ക് ലഭിച്ചില്ലല്ലോ കൈലാസനാഥ. അങ്ങ് മുന്നിൽ വന്നിട്ടും എനിക്ക് അങ്ങയെ തിരിച്ചറിയുവാൻ കഴിയാതെ പോയി. പെട്ടെന്ന് ഒരശരീരി ശബ്ദം, അരിമർത്തന പാണ്ഡ്യ, വൈഗയാറിൽ വെള്ളം ഉയർത്തിയതും നാം തന്നെ, വന്തിയെ സഹായിച്ചതും നാം തന്നെ. പോകൂ, പോയി ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു നല്ല രാജാവായി കഴിയൂ. വന്തി മുത്തശ്ശിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ വൈഗയാറിൽ വെള്ളപ്പൊക്കമുണ്ടായതിന് കാരണം മറ്റൊരു ശിവഭക്തനാണ്. ശിവന് വേണ്ടി തൻ്റെ കാലം കഴിച്ചവൻ.